പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗാലന്റ് ഐഎസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ ജോർജ്. എൻ്റെ കൂടെ ഇരിക്കുന്നത് അൽതാഫ് സർ. ഈ ഒരു കാഷ്വൽ ടോക്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യു പി സി ആസ്പിറൻസ് 2026 പ്രിലിംസ് എഴുതാൻ പോകുന്ന ഒരുപാട് ആസ്പിറൻസിനുള്ള കുറച്ച് കൺസേൺസ് ഉണ്ട്. മോക്ക് ടെസ്റ്റുകളെ കുറിച്ചൊക്കെ ഉള്ളൊരു കൺസേൺസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യു പി സി സി എസ് സി പ്രിലിംസ് എഴുതാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ അൽതാഫ് സാർ, എനിക്ക് തോന്നുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമായിട്ടും ഒത്തിരി പേര് ചോദിച്ച ചോദ്യമാണ്, ഒരുപാട് ടെസ്റ്റ് എടുത്തിട്ടും എന്തുകൊണ്ട് തോക്കുന്നു? ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എടുത്തിട്ട് എന്തുകൊണ്ട് തോക്കുന്നു? അതൊരു റിയാലിറ്റിയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു, ഒരുപാട് കുട്ടികൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നു. പക്ഷെ കുറച്ച് പേര് വിജയിക്കുന്നു, കുറച്ച് പേര് തോറ്റുപോകുന്നു. അതിന്റെ ഒരു കാരണം, എനിക്ക് തോന്നിയിട്ടുള്ള പല കാരണങ്ങളിൽ ഒന്ന്, ഈ സ്കോർ ഒബ്സഷൻ ഒരു വലിയ പ്രശ്നമാണ്. സ്കോർ തലയ്ക്ക് പിടിച്ചിട്ട് അയാളുടെ ഫോക്കസ് ഫുള്ള് സ്കോറിലാണ്. മോക്കുകൾ എടുക്കുന്നുണ്ടെങ്കിലും അയാളുടെ ഓൺലി ഫോക്കസ് ഈസ് ഓൺ ഹൗ ടു ഇംപ്രൂവ് ദ സ്കോർ, ഹൗ ടു ഇംപ്രൂവ് ദ സ്കോർ. യെസ്. അത് ഇപ്പം അയാൾക്ക് 200 കിട്ടിയിരിക്കുന്നത് 40 ആണ്, 50 ആണ്, 60 ആണെങ്കിൽ അയാൾ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് എന്റെ സ്കോർ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. അയാൾ ഒരിക്കലും ഒരു ടെസ്റ്റില് മേ ബി ഒരു 60 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു. ഈ 60 ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നില്ല. 60 ക്വസ്റ്റ്യൻ അടുത്ത പ്രാവശ്യം ശരിയാക്കാം എന്നൊരു കോൺഫിഡൻസ് അല്ല ഇടുന്നത്. 60 തെറ്റിച്ചു മാർക്ക് കുറഞ്ഞു. അയാൾ ഒന്നെങ്കിൽ ചില മെന്റലി ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ ഈ സ്കോറിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് മാറുന്നു. അയാൾ എന്ന് വെച്ചാൽ ഇതൊരു ലേണിംഗ് പ്രോസസ് ആണെന്നോ അല്ലെങ്കിൽ ഒരു റീ ഇവാലുവേഷൻ പ്രോസസ് ആണെന്നോ ചിന്തിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഓരോ ടെസ്റ്റും സ്കോർ എന്നതിനേക്കാൾ ഉപരി അത് വീണ്ടും നമുക്ക് നമ്മളെ റീ ഇവാലുവേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൽ കുറവുകളും, അല്ലെങ്കിൽ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടില്ല, എവിടെയൊക്കെ നമ്മൾ സ്ട്രോങ് ആണ്, വീക്ക് ആണ്, ഇത് കൃത്യമായിട്ട് അളക്കാനുള്ള ഒരു മെക്കാനിസമാണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ രീതിയിലല്ല പിള്ളേർ അത് ആ രീതിയിൽ കാണാത്തത് ഒരു പ്രശ്നമാണ്. ഇനി രണ്ടാമത്തത്, ഒരു ആക്ച്വൽ സിമുലേറ്റഡ് എക്സാം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ പലരും 2 മണിക്കൂറിൽ ഫിനിഷ് ചെയ്യേണ്ട ടെസ്റ്റ് ചിലപ്പോൾ 3 മണിക്കൂർ എടുക്കുന്നു. ആക്ച്വൽ ആംബിയൻസിൽ അല്ല ഇരിക്കുന്നത്. അപ്പൊ അതും വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ശരിക്കും ഒരു ഫൈനലി എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പം ഫാൻ ഇല്ലാത്ത സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്, എയർ സർക്കുലേഷൻ ഇല്ലാത്ത സ്ഥലത്തായിരിക്കും, ചിലപ്പം ഡെസ്കിന് ആട്ടം ഉണ്ടാവും. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഈ എ സി റൂമിൽ ഇരുന്ന് ശീലിച്ചാലോ, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ കാഷ്യും, അല്ലെങ്കിൽ എന്താ പറയാ, ആദ്യത്തെ അമ്പാണ് 1 മണിക്കൂർ കൊണ്ട്, പിന്നെ വൈകുന്നേരം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റിന്റെ ഗുണം കിട്ടത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിന്റെ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കുള്ള ഒരു റിയൽ എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത്, ഡേ 1 ഫസ്റ്റ് ടെസ്റ്റ് തൊട്ട് അങ്ങനെ തന്നെ ശീലിക്കുക. വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഹാളിൽ പോയി ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഒരു സോക്കോൾഡ് ലേണിംഗ് ഫീഡ്ബാക്ക് ഒരു സൈക്കിൾ ഉണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ, നമ്മൾ ടെസ്റ്റ് എഴുതി നമുക്ക് ഒരുപാട് തെറ്റുകൾ വന്നു, മൈനസ് മാർക്സ്, നെഗറ്റീവ്സ്, സില്ലി എറേഴ്സ്, കോൺസെപ്റ്റൽ എറേഴ്സ്. നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടാവും, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന നിങ്ങളുടെ മെന്റേഴ്സ് ഉണ്ടാവും, എക്സ്പെർട്ട് ഫാക്കൽറ്റി ഉണ്ടാവും. അവരുടെ ഒപ്പം ഇരുന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് തെറ്റി, നിങ്ങൾക്ക് ഒരുപാട് എറേഴ്സ് വന്നു, അതിൽ ഫാക്ച്വൽ എറേഴ്സും, സില്ലി എറേഴ്സും, കെയർലെസ് എറേഴ്സും, ഈ കോൺസെപ്റ്റൽ എറേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് എറേഴ്സ് വന്നു. എന്തുകൊണ്ട് എററായി, എങ്ങനെ എററായി, ആ എറർ എങ്ങനെ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാം, എങ്ങനെ അത് കറക്റ്റ് ആക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നിന്ന് നിങ്ങൾ പഠിക്കാനുള്ളത്, ഇതൊക്കെ ഒരു എക്സ്പെർട്ട് മെന്ററിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് സ്വയം നിങ്ങൾ ആക്ച്വലി എറർ വരാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എക്സാമിന് മുമ്പ് നമുക്ക് മാക്സിമം തെറ്റിക്കാൻ പറ്റുന്ന ഏതാണോ, നമ്മൾ തെറ്റിക്കാൻ പോകുന്ന ഏതാണോ, അത് കണ്ടുപിടിക്കാനാണ് ടെസ്റ്റ്. നിങ്ങൾ അതായിട്ട് കാണുക, ഒരിക്കലും അത് ഫൈനൽ ടെസ്റ്റ് ആയിട്ട് കണ്ടിട്ട് അതിന്റെ പുറത്ത് ഇമോഷണൽ കണക്ട് ചെയ്യരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം എറർ എത്രയോ വരുന്നു അത്രയും നല്ലതാണ്. കാരണം ഇവിടെ വരുത്തുന്ന എറർ ആയിരിക്കും യു പി എസിന്റെ ഫൈനൽ എക്സാമിൽ നിങ്ങളുടെ സക്സസ് ആയിട്ട് മാറാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എറർ വരുന്ന ഒരു പ്രശ്നമേ അല്ല. എറർ വന്നോട്ടെ, ആ എറർ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുകയും, എവിടെയെല്ലാം ഫിൽ ഇൻ ദ ഗ്യാപ്സ് ഉണ്ടോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടോ, അത് ഫിൽ ചെയ്യാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ടെസ്റ്റുകളിലൂടെ ചെയ്യേണ്ടത്. മറ്റൊന്ന്, ഒരു മെന്റൽ ബ്ലോക്കേഡ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു വാട്ട് ഈസ് കോൾഡ് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോകണ്ട. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനോ, നിങ്ങളുടെ പാസ്റ്റ് സ്കോർ, പ്രസന്റ് സ്കോർ, ചിലപ്പോൾ മേ ബി ഒരു 40 ടെസ്റ്റ് എടുത്തതിന് ശേഷമായിരിക്കും 100ലേക്ക് എത്തുന്നത്. അതുപോലും ഒരു പ്രശ്നമല്ല ഇവിടെ. ഇവിടുത്തെ സ്കോർ ആരും നിങ്ങളെ ചീത്ത പറയാൻ പോകുന്നില്ല, സ്കോർ കുറഞ്ഞു നിർത്തുകൊണ്ട് വഴക്ക് പറയാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ എന്താ പറയാ, തെറ്റുകൾ വന്നോട്ടെ, അതിനെ നമുക്കൊരു വളരെ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് അത്യാവശ്യമാണ്. ഒരു സ്ഥലത്ത് നമ്മൾ സ്ട്രക്ക് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തെറ്റുകൾ വന്നു, ഇനി എന്നെ കൊണ്ടാവില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് ഫോർ യു. ആരാണോ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിക്കുന്നത്,
ആ തെറ്റുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ തെറ്റുകൾ എന്തുകൊണ്ട് വന്നു എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫൈനൽ എക്സാം ഈസ് ഫോർ യു. അപ്പോ ഇതൊക്കെ ഒരു കാരണങ്ങളാണ്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പം നമ്മള് ഗാലന്റില് ഈ റാപ്പിഡ് അനാലിസിസ് പ്രോഗ്രാം ഒക്കെ റാപ്പ് പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവരെല്ലാം സെൽഫായിട്ട് അവരുടെ അസസ്മെന്റ് നടത്തും ഓരോ ടെസ്റ്റിന് ശേഷം. അപ്പൊ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോകുന്ന കുട്ടികളിലൊക്കെ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണും. അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് സ്വന്തം എന്താണ് മിസ്റ്റേക്സ്, ഗ്രാഫ് പോകുന്നുള്ളത്. പക്ഷെ ഇത് ചെയ്യാത്ത പിള്ളേർക്ക് അത് അറിയാനും പറ്റുന്നില്ല. അത് ടെസ്റ്റ് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനാണ് നമ്മൾ പറയുന്നത്. ടെസ്റ്റ് എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങളത് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാം. ഫാക്ച്വൽ എറർ ആണ് നിങ്ങൾക്ക് വന്നത്, അത് കോൺസെപ്ഷണൽ എറർ ആണ്. ഫാക്ച്വൽ ആണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങളുടെ ബ്രെയിനിൽ ആ ഡേറ്റ ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, നിങ്ങളത് ഫീഡ് ചെയ്യാം. പകരം കോൺസെപ്ഷണൽ എറർ ആണ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചാൽ എവിടെ എന്ത് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യാം, ആ ചാപ്റ്ററിൽ പോവുക, രണ്ടാമത് പഠിക്കുക, എന്നിട്ട് എവിടെയാ നമ്മൾ തെറ്റിദ്ധാരണപ്പെട്ടതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സെയിം ടോപ്പിക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റ് നമുക്ക് കിട്ടും. ആ സെയിം ടോപ്പിക്ക് വീണ്ടും 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 ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ തെറ്റായി പഠിച്ചു വെച്ച കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഇങ്ങനെയാണ് എഫക്റ്റീവ് നമ്മൾ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് നമ്മളിവിടെ നടത്തുന്ന ട്രാപ്പ് അനാലിസിസ്. നമ്മളിവിടെ ഓൺ പ്രോഗ്രാം ആണ്, പക്ഷെ ഇത് നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ടാണെങ്കിലും സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാം വിത്ത് എക്സ്പേർട്ട് ഒപ്പീനിയൻ വെച്ചിട്ട്. ഇവിടെ ശരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ ടെസ്റ്റുകളെ കുറിച്ച് കുറെ മിഥ്യാധാരണകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അൽതാഫ് സാറിന് പറയാനുള്ളത്? ഒന്ന്, നമ്മൾ പല UPSC സർക്കിൾ കേൾക്കുന്നതാണ്, ക്വാളിറ്റി ആണ് മാറ്റർ, നമ്പർ മാറ്റർ അല്ല. ഓക്കെ. രണ്ട്, വളരെ സെലക്റ്റീവ് ആയിട്ട് ചെയ്യുക, പറ്റുന്നിടത്തോളം ഫുൾ ടെസ്റ്റ് ചെയ്യുക. രണ്ട്, കമ്പാരിസൺ ചെയ്യുക. മൂന്നാമത്തെ, നിങ്ങൾ കമ്പയർ ചെയ്യുക. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ നമ്പർ ഓഫ് ടെസ്റ്റ് കൂട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് 10 or 20 ടെസ്റ്റിൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. മിനിമം 50 ടെസ്റ്റ് എങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതും ഇൻക്ലൂഡിങ് സബ്ജക്ട് ടെസ്റ്റ് ആയാലും CSAT ടെസ്റ്റ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ആണെങ്കിലും അതിന്റെ കൂടെ ഫുൾ ടെസ്റ്റ്. ഇതിന് സാർ പറഞ്ഞിട്ട് ഒരു മറുവശം കൂടി ഞാൻ പറയുകയാണ്. അതായത് ഇപ്പൊ ക്വാളിറ്റി ടെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു 20 ടെസ്റ്റിൽ നിർത്തുന്നത് മണ്ടത്തരമാണ്. യു ഹാവ് ടു ടേക്ക് n നമ്പർ ഓഫ് ടെസ്റ്റ്. ക്വാളിറ്റി ടെസ്റ്റ് ആണെങ്കിൽ കൂടുതൽ ക്വാളിറ്റി ടെസ്റ്റുകൾ എടുക്കണം, സബ്ജക്ട് വൈസ് എടുക്കണം, CSAT എടുക്കണം, ഫുൾ ടെസ്റ്റുകൾ എടുക്കണം, കറണ്ട് അഫയേഴ്സിന് എടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ അതിന്റെ മറ്റൊരു വശം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ക്വാളിറ്റി ഇല്ലാണ്ട് ഒരുപാട് ടെസ്റ്റുകൾ എടുക്കുന്നതിന് കാര്യമില്ല. അതും ശ്രദ്ധിക്കുക. അതായത് കുറെ ടെസ്റ്റുകൾ അവിടുന്ന് ഇവിടുന്ന് എടുത്തു കൂട്ടുന്നു. ഈ ക്വാളിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് UPSCന്റെ എക്സാക്ട് പാറ്റേണിലായിരിക്കണം. UPSCന്റെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. UPSC എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ UPSC എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത്, അതിന്റെ പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ UPSC ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ് എന്താണ്, ഇത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ UPSC സ്റ്റൈലിലുള്ള, UPSC പാറ്റേണിലുള്ള, UPSC PYQസിനോട് കിടപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ എണ്ണം അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. ഇനി മറു സൈഡിൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുകയും അതിന് UPSCന്റെ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എടുക്കുന്ന ടെസ്റ്റുകൾ, ഇപ്പോൾ 1, 2, 3 ടെസ്റ്റ് സീരീസ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവാം. മേക്ക് ഷുവർ ദേ മാച്ച് വിത്ത് UPSC സ്റ്റാൻഡേർഡ്. അതും ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ കമ്പയർ ചെയ്യാതിരിക്കുക. യെസ്. ഓക്കെ. നെക്സ്റ്റ്, ഫുൾ ടെസ്റ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അതെ. ഓക്കെ, ഇതാണ് ബേസിക് മിത്ത്. അതായത് നിങ്ങൾ എടുക്കുന്ന ടെസ്റ്റ് പ്രോപ്പർ ആയിട്ട് എടുക്കുക, അത് അനലിറ്റിക്കൽ ആയിട്ട് എടുക്കുക, എഫക്റ്റീവ്ലി യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട് മാത്രം എടുക്കാനാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം കാണില്ല. ഏത് സബ്ജക്റ്റിലാണ് എഡ്ജ് കിട്ടുന്നതെന്ന് നമുക്ക് എക്സാം ഹാളിൽ വെച്ചാൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇത് കൂടാതെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് ഇപ്പം നമുക്ക് വർക്കിംഗ് പ്രൊഫഷണൽ ബാച്ച് ഉണ്ട്, ഫുൾ ഫ്ലെഡ്ജ് പിള്ളേർ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, പാർട്ട് ടൈം പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇവർക്കെല്ലാം ഒരേ ഫോർമുലയിൽ 1 size ജാക്കറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് പലർക്കും പല ടൈം ടേബിൾ ആണ്. ഇതെങ്ങനെ ഞങ്ങൾ ഈ ടെസ്റ്റ് സീരീസിന് ആക്ച്വലി എപ്പോഴും നമ്മൾ ടെസ്റ്റ് സീരീസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരുവിധം എല്ലാ നല്ല അക്കാദമീസും ചെയ്യുന്നത് എന്താ വെച്ചാൽ, ദേ ഹാവ് എ റിസർച്ച് വിങ്. നമുക്ക് തന്നെയാണെങ്കിലും ഒരു 10-15 പേരുടെ ഒരു റിസർച്ച് വിങ് ഉണ്ട്. മെയിൻസ് ഇന്റർവ്യൂസ് ഒക്കെ പോയ എക്സ്പെർട്ട് മെന്റേഴ്സിന്റെ ഒരു റിസർച്ച് വിങ് ഉണ്ട്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ് അനാലിസിസ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു സോർട്ട് അനാലിസിസ് നടത്തുന്നു. എന്താണ്, എവിടെയാണ് മിസ്സിങ്, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടാത്തത്, അല്ലെങ്കിൽ ഏതാണ് പ്രയോറിറ്റി ഏരിയാസ്, ലെസ് പ്രയോറിറ്റി ഏരിയാസ്. UPSC എക്സാം ഈസ് ഓൾവേസ് അൺപ്രഡിക്റ്റബിൾ. പക്ഷേ ഈ പ്രഡിക്റ്റബിലിറ്റി ഉള്ള എക്സാമിനെ
ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് അപ്രോച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ്. അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു ട്രെൻഡിനെ കുറിച്ച്, കഴിഞ്ഞ ഒരു 20 വർഷത്തെ ട്രെൻഡിനെ കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട്, സബ്ജക്ട് വൈസ് ആയിക്കോട്ടെ, മൊഡ്യൂൾ വൈസ് ആയിക്കോട്ടെ, പേപ്പർ വൈസ് ആയിക്കോട്ടെ, ഇനി സ്റ്റാറ്റിക് ആയിക്കോട്ടെ, ഡൈനാമിക് ആയിക്കോട്ടെ, കൃത്യമായിട്ട് ഒരു അനാലിസിസിന് ശേഷം നിങ്ങൾ ഈ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നും അറിയില്ലാണ്ട് റാൻഡം ആയിട്ട് എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് ഇതിനെ അനലൈസ് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എപ്പോഴും ഒരു നല്ലൊരു പ്ലാൻ സെറ്റ് ചെയ്യുക, ഒരു സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് NCERT ബേസിക്സിൽ നിന്ന് തുടങ്ങണം. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ടൈം ടേബിൾ ആയിരിക്കണം. റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കണം. പിന്നെ നമുക്ക് സമയമുണ്ട്. പക്ഷേ എക്സാക്ട്ലി. പ്രിലിംസിന് അങ്ങനെയല്ല. അപ്പൊ പ്രിലിംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലായിരിക്കും. അപ്പൊ ആ പഠിക്കുന്ന അതിനോട് integrate ചെയ്യും വേണം. പാറ്റേണിനോടൊപ്പം അതിനോട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടൈം ടേബിൾ ആയിരിക്കണം. അത്ര റിയലിസ്റ്റിക് ആയാൽ മാത്രമേ വർക്ക്ഔട്ട് ചെയ്യൂ. വർക്ക്ഔട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും ഡ്രോപ്പ് ആവും. അതാണ് നമ്മൾ പറയുന്ന ഒരു പോയിന്റ്. നിങ്ങൾക്ക് എല്ലാ സൺഡേസിലായിരിക്കും ടെസ്റ്റ് വരുന്നത്, ചിലപ്പോൾ സാറ്റർഡേ സൺഡേസിലായിരിക്കും. നമ്മുടെ ടെസ്റ്റ് വരുന്ന എല്ലാ സൺഡേസിലാണ്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഒരു 100 ക്വസ്റ്റ്യൻസിന് 2 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് അവിടെ എന്താ പറയാ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് അവിടെ റിക്കോൾ ചെയ്യാനോ റിട്രീവ് ചെയ്യാനോ പറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പം ഒബിയസ്ലി നിങ്ങളുടെ ഒരു സ്റ്റഡി പാറ്റേണുമായിട്ട് സിങ്ക് ആയിട്ട് പോകുന്ന ഒരു സ്കെഡ്യൂൾ ആയിരിക്കണം. NCERT നിന്ന് തുടങ്ങണം. കോർ സബ്ജക്ട്സ്, അതിന് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റി, CSAT പോലുള്ളതിന് ഇത് മിനിമം 2-3 സൈക്കിളെങ്കിലും ഉണ്ടാവണം. നമ്മുടെ ടെസ്റ്റ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു. എക്സാക്ട്ലി. അപ്പൊ അതിൽ നമുക്ക് മൾട്ടിപ്പിൾ കറണ്ട് അഫയേഴ്സിന്റെ ടെസ്റ്റ് ഉണ്ട്, CSATന്റെ ടെസ്റ്റ് ഉണ്ട്, സബ്ജക്ട് വൈസ് ടെസ്റ്റ് ഉണ്ട്. ഫൈനൽ റൗണ്ടിലേക്കാണ് ടെസ്റ്റ് വരാൻ ഇൻക്ലൂഡ് ആക്കി. NCERT ഉണ്ട്. ഫൈനൽ റൗണ്ടിലാണ് നിങ്ങൾ ഹോളിസ്റ്റിക് ആയിട്ട് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വേണം പ്ലാൻ ചെയ്യാനായിട്ട്. എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ ടെസ്റ്റ് പേപ്പറും 100 ക്വസ്റ്റ്യൻസിന്റെ ടെസ്റ്റ് പേപ്പേഴ്സ് ആണ്. ഓരോ ടെസ്റ്റിന് ശേഷം അതിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തണം. ഈ പറയുന്ന സോർട്ട് അനാലിസിസ്, ഈ പറയുന്ന റാപ്പിഡ് അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ വേണം. ഇപ്പൊ 100 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ 50 ശരിയാക്കി 50 തെറ്റിച്ചു. ആ സബ്ജക്റ്റിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ട് ഇല്ല എന്നുള്ളതിനെ കുറിച്ചുള്ള അനാലിസിസ് നടത്തണം. എത്രത്തോളം കോൺസെപ്ച്വലി ക്ലിയർ ആണ് അല്ല, എത്രത്തോളം ഫാക്ച്വലി ശരിയാണ് അല്ല, അല്ലെങ്കിൽ കെയർലെസ്നെസ് കാരണം എത്രത്തോളം നെഗറ്റീവ്സ് വരുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ, അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ലാസ്റ്റ് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെ ഈ നമുക്ക് വരാൻ പോകുന്ന ടെസ്റ്റ് സീരീസ് എങ്കിലും നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റും? വരുന്ന 26 ആണ്. ഓക്കെ, ഇവൻ തോ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. അവരും ചോദിച്ചത് ലാസ്റ്റ് ആയിട്ട് സാറിന് എന്ത് ടിപ്പ് കൊടുക്കാൻ പറ്റും ഈ 2026 നമുക്ക് നമ്മൾ നടത്തുന്ന ഇൻക്ലൂഡിങ് നമ്മുടെ ടെസ്റ്റ് ഉൾപ്പെടെ എങ്ങനെ നമുക്കിത് ക്രാക്ക് ചെയ്യാം? ഓക്കെ, അൽതാഫ് സാർ ചോദിച്ച പോലെ അതൊരു മെജോറിറ്റി സ്റ്റുഡൻസിന്റെ ഒരു കൺസേൺ ആണ്. എന്ത് മൈൻഡ് സെറ്റ് വെച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2026 എങ്ങനെ ക്രാക്ക് ചെയ്യാം? അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയുന്നത് ഒരു എവർ ഗ്രോയിങ് മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഇൻ ദ സെൻസ് ദാറ്റ് ഓക്കെ, ഒന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു എന്നാൽ എല്ലാം തീർന്നു, ഇവിടെ കൊണ്ട് എല്ലാം തീർന്നു എന്നതിനേക്കാൾ ഉപരി ഇതിന് ശേഷം അടുത്ത ഒരു ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ മുന്നോട്ടേക്ക് ഇനിയും സക്സസിന് സാധ്യതയുണ്ട് എന്നൊരു മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാ വിന്നേഴ്സിനെയും നോക്കൂ, ടോപ്പേഴ്സിനെയും നോക്കൂ. ഒരു മൾട്ടിപ്പിൾ തവണ ഫെയിൽ ചെയ്തതിന് ശേഷമാണ് വിന്നർ ആയത്. ഇപ്പൊ ചിലപ്പോൾ ഫൈനൽ ഇന്റർവ്യൂവിൽ വന്നിരുന്നവർ ചിലപ്പോൾ തള്ളുമായിരിക്കും, ഞാൻ ഇന്നുവരെ പരാജയം രുചിച്ചിട്ടില്ല, ഞാൻ എല്ലാം സക്സസ് ആയിരുന്നു എന്നൊക്കെ. പക്ഷെ നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പേഴ്സിന്റെ ഇന്റർവ്യൂസ് നോക്കിയാൽ മനസ്സിലാവും, ഇവരെല്ലാം വളരെ സിൻസിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ തോറ്റാണ് ഇവർ കയറിയേക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ മൈൻഡ് സെറ്റ് ആണ് അവരെ ടോപ്പർ ആക്കിയത്. ഓരോ തവണ തോൽക്കുമ്പോഴും ഓക്കെ, എനിക്ക് എന്തൊക്കെയോ കുറച്ച് ഫ്ലോസ് ഉണ്ട്, എവിടേക്കോ കുറച്ച് ഫൗൾ ഉണ്ട്, ആ ഫൗള് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് സക്സസ് ഉണ്ടാവുന്നത്. അപ്പം ഐ വുഡ് സേ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു എന്താ പറയാ, മുന്നോട്ടേക്ക് ഇനിയും എനിക്ക് സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്ന മൈൻഡ് സെറ്റ് സക്സസിന് അനിവാര്യമാണ്. സർവൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം, മൈൻഡ് സെറ്റ് റെഡിയാക്കിയേ പറ്റുള്ളൂ. 2, ഒരു കൺസിസ്റ്റൻസി ഓവർ ഇമോഷൻ. മനസ്സെപ്പോഴും നമ്മളോട് പറയുന്നത്, മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും സെലിബ്രേഷൻ ഉള്ള കാര്യം ചെയ്യുക എന്നുള്ളതായിരിക്കും. ഈ പഠിക്കുക, എഴുതുക എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ബ്രെയിൻ തന്നെ നമ്മളോട് പറയും എക്സോസ്റ്റ്. അപ്പൊ അവിടെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടന്റ്. മനസ്സില്ല എന്ന് മനസ്സ് നമ്മളോട് പറഞ്ഞാലും
മനസ്സുണ്ടെന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാ സൺഡേസിലും ടെസ്റ്റ് എഴുതണം, എല്ലാ ടെസ്റ്റിനും പ്രിപ്പയർ ചെയ്യണം, എല്ലാ ടെസ്റ്റിനും ശേഷം അനലൈസ് നടത്തണം, എല്ലാ ടെസ്റ്റിന്റെ ഡിസ്കഷൻസ് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ നമ്മളൊരു സെൽഫ് അസസ്മെന്റ് നടത്തണം. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിന്നറാണ്. ഇനി മറ്റൊരു സംഭവം, ഒരു എന്താ പറയാ, ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ഹ്യൂമിലിറ്റി എന്നൊരു സംഭവമുണ്ട്. അതായത് ചിലപ്പോൾ ഇത് എനിക്കെല്ലാം അറിയാം എന്ന് ചിന്തിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സർ, ഞാൻ ആ ടെസ്റ്റ് എഴുതുന്നില്ല, അത് ഞാൻ സ്കിപ്പ് ചെയ്തു, ഐ ഹാവ് ഡൺ ഇറ്റ്, ഞാൻ ഓൾമോസ്റ്റ് ആ സബ്ജക്റ്റിൽ സ്ട്രോങ് ആണ്, ഇതിൽ സ്ട്രോങ് ആണ്, അതിൽ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് പല ടെസ്റ്റുകൾ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ സീസാറ്റ് സ്കിപ്പ് ചെയ്യും, ചിലർ GS സ്കിപ്പ് ചെയ്യും, ചിലർ കറണ്ട് അഫയേഴ്സ് സ്കിപ്പ് ചെയ്യും, ചിലർ ഹിസ്റ്ററി സ്കിപ്പ് ചെയ്യും. ദേ ആർ തിങ്കിങ് ദാറ്റ് യെസ് ഐ ആം സ്ട്രോങ് ഇൻ ദിസ്, ഐ ആം സ്ട്രോങ് ഇൻ ദിസ്, ഐ ആം സ്ട്രോങ് ഇൻ ദിസ്. പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഏറ്റവും വലിയൊരു റിയാലിറ്റി എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും അയാൾ പരാജയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സ്കിപ്പ് ചെയ്യുന്ന പരിപാടി അത് നമ്മൾ ഒഴിവാക്കുക. നമുക്ക് എത്ര പഠിച്ചാലും ഈ എക്സാമിന്റെ പ്രത്യേകത എവിടെയെങ്കിലൊക്കെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും. അപ്പൊ ആ സബ്ജക്ട്സിന് ഡ്യൂ വെയിറ്റേജ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഏരിയാസിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാ സബ്ജക്റ്റും ആവറേജ് ആക്കി കീപ്പ് ചെയ്യാം. യെസ്. അപ്പൊ അതിനോട് നമ്മൾ ജസ്റ്റിസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന്, ഒരു അഡാപ്റ്റീവ് മൈൻഡ് സെറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ചേഞ്ചിങ് ട്രെൻഡ് അനുസരിച്ച് നമ്മളും സ്വയം ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സർപ്രൈസ് ആവാൻ റെഡി ആവുക, എന്താണെങ്കിലും അവർ നമ്മൾ എവിടെ അത് എല്ലാ വർഷവും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും തരുന്ന 100 ക്വസ്റ്റ്യൻസിന് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പൊ ഈ 100 ക്വസ്റ്റ്യൻസും ഫ്രഷ് ആയിട്ട് കാണും. ആദ്യം കാണുമ്പോൾ ഞെട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ തൊട്ട് നമ്മൾ പൊട്ടാൻ തുടങ്ങും. ഞെട്ടാൻ റെഡി ആയിട്ടിരിക്കും. അതാണ്. അപ്പൊ ഓൾവേസ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ പഠിക്കാത്തതോ നിങ്ങൾ കേൾക്കാത്തതോ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊക്കെ ഒരു പുതിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. അതിൽ നിന്ന് നിങ്ങൾ സ്വയം പഠിക്കാനും റിവൈസ് ചെയ്യാനും അല്ലെങ്കിൽ സ്വയം ഇംപ്രൂവ് ചെയ്യാനും ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന 2026 നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിരിക്കും. അപ്പോൾ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്, ഇമോഷണൽ ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അഡാപ്റ്റീവ് മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കോർ ഒബ്സഷൻ മാറ്റി ഓരോ ടെസ്റ്റും പഠിക്കാനുള്ള, ഓരോ എന്താ പറയുക, മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കാനുള്ള ഓരോ അവസരമാണെന്ന് സ്വയം ചിന്തിക്കുന്നത്. ഓക്കെ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ടെസ്റ്റിന് ശേഷമുള്ള ഒരു അനാലിസിസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, നമ്മുടെ പെർഫോമൻസ് എവിടെ നിൽക്കുന്നു, നമ്മുടെ ലൈക്ക് പ്രിപ്പറേഷൻ്റെ ഒരു ലെവൽ എവിടെ നിൽക്കുന്നു എന്നത് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് സക്സസ് ഈസ് യുവേഴ്സ്. അപ്പോൾ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് അൽതൗഫ് സാറിന്റെ എക്സ്പീരിയൻസ് ആവാം, എൻ്റെ എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളിലൂടെ പല ബാച്ചസിലെ പല കുട്ടികളുടെ എക്സ്പീരിയൻസസ് ആവാം. അപ്പോൾ ഇത് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു ടോക്കാണ്, ഭയങ്കര കാഷ്വൽ ആയിട്ട് സംസാരിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നതൊക്കെ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കുട്ടികൾ സ്ഥിരം ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ഹോപ്പ് യു ഗൈസ് ക്യാൻ ക്രാക്ക് ദിസ് 2026. ഗാലന്റ് ആണെങ്കിലും ടെസ്റ്റ് സീരീസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 10-40ഓളം ഒക്ടോബർ 26 10-40ഓളം ടെസ്റ്റുകളുണ്ട്. അത് ഓരോ റൗണ്ട് ആയിട്ട് സബ്ജക്ട് വൈസ് ടെസ്റ്റ്, സീസാറ്റ്, കറണ്ട് അഫയേഴ്സ്, ഫുൾ ടെസ്റ്റ്, NCERT ടെസ്റ്റ്, ഇതെല്ലാം കവറപ്പ് ആവുന്നു. അതിന്റെ ഡിസ്കഷൻസും അതിന്റെ അനാലിസിസും പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് ഓപ്പൺ ടെസ്റ്റും ആണ്. ഫസ്റ്റ് ടെസ്റ്റ് ഓപ്പൺ ടെസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ റെഗുലർ ഇന്റർവെൽസിൽ ഗാലന്റിന്റെ ഓപ്പൺ ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഒരു പാൻ ഇന്ത്യ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ്. അപ്പം എന്തായാലും ഈ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക. റിസൾട്ട് വിൽ ബി യുവേഴ്സ്. താങ്ക് യു. Gallant IAS, chasing your passion to ace.